ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖത്തിടാൻ പറ്റിയൊരു നല്ലൊരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കറുത്ത പാടുകളുണ്ടെങ്കിൽ മാഞ്ഞു പോകും. അതുപോലെ തന്നെ കരിമങ്ങല്യം, അത്തിൻ്റെ അങ്ങനെയുള്ള കറുത്ത പാടുകളെ, അത് മുഖക്കുരു കൊണ്ടുള്ള കറുത്ത പാടുകളെ, ഇങ്ങനെയുള്ള കറുത്ത പാടുകളൊക്കെ നമുക്കിത് ഇതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇത് ആഴ്ചയിൽ നമ്മളിത് ചെയ്തു പോയാൽ മതി. ആഴ്ച ചെയ്തു പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കറുത്ത പാടുകളൊക്കെ ഒരു 30 വയസ്സ് 35 വയസ്സ് കഴിയുമ്പോൾ തന്നെയാണെങ്കിൽ ഈ കരിമങ്ങല്യം പോലുള്ള കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മാറാനെന്ന് പറഞ്ഞാലും മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മാറാനെന്ന് പറഞ്ഞാലും എല്ലാത്തിനും ഈ ഫേസ് പാക്ക് നല്ലതാണ്. ഇത് നമ്മൾ എങ്ങനെ ഒരാഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വെച്ചിട്ടാൽ മതി. ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മുഖത്തിൻ്റെ ഉള്ള ആ കളറെന്നെങ്കിൽ നമ്മൾക്ക് നിലനിർത്തി പോകാനും പറ്റും. കളർ കുറഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കളർ വെക്കാനും പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. ഇത് നമ്മൾ നിരന്തരം ഇത് ചെയ്തു പോകുന്നതോടുകൂടി ഒറ്റ മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അല്ലാതെ ഒരു കെമിക്കൽ കൂടിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാനാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറും ഒന്നും പോകാറില്ല. ഞാൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിത്യം ചെയ്തു പോകും. ഇടയ്ക്കിടയ്ക്ക് നിത്യം എന്നല്ലെങ്കിൽ ആഴ്ച 3 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസൾട്ട് കിട്ടും. ഒരു കരിമങ്ങല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ആണെങ്കിൽ ഈ മുഖത്തിങ്ങനെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് വന്നിട്ടത് മായാതെ നിൽക്കും. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് പോകുമ്പോൾ, നമുക്ക് സ്ഥിരമായിട്ട് ഇത് ചെയ്തു പോകുമ്പോൾ അതിന് ആ കരിമങ്ങല്യം കറുത്ത പാടുകൾ നന്നായിട്ട് മാറുകയും ചെയ്യും. പിന്നെ അത് കൂടുതലാകാതിരിക്കാനുള്ള പറ്റുകയും ചെയ്യും. എത്ര എന്ന് പറഞ്ഞാൽ ഇത്ര വയസ്സിനകത്ത് ഒരു പ്രായത്തിനനുസരിച്ചായിട്ട് എല്ലാ ആൾക്കാർക്കും ഇതിങ്ങനെ വരുന്നുണ്ട്. അത് വരികയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ ചിലർക്കൊക്കെ കൂടുന്നതായിട്ട് കാണാം. ചിലരൊക്കെ അത് മങ്ങി പോകുന്നതാണ്. പക്ഷേ ഇത് നിത്യമായിട്ട് ഇത് ചെയ്തു പോകുമ്പോൾ അതിന് ഒരുപാട് മാറ്റം ഉണ്ടാകും. ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന 1 സ്പൂണ് അരിപ്പൊടി. 1 സ്പൂണ് മതി, കുറച്ച് മതിയല്ലോ. 1 സ്പൂൺ അരിപ്പൊടിയെ 1 സ്പൂൺ അരിപ്പൊടിയെ 1 സ്പൂണ് തൈര്, ഇതിൻ്റെ ആവശ്യമുള്ള തൈര്, പിന്നെ അരമുറി തക്കാളിക്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീര്, കുറച്ച് നീര് മതി. പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, പിന്നെ സ്വല്പം ഹണി ചേർക്കുന്നുണ്ട്. ഒരു ശകലം ചേർക്കുന്നുള്ളൂ ഹണിയെ, ഒരിച്ചിരി മതി. ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ചത് മിക്സാക്കണം. മിക്സാക്കിയിട്ട് ഇത് നല്ല റിസൾട്ട് തരുന്നതാണ്. നമ്മൾ അരിപ്പൊടി എടുത്തേക്കുന്നു. അത് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഈ അരിപ്പൊടിയൊക്കെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ തൈരെന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചിന് തുല്യമാണ്. തൈരും അതുപോലെ തന്നെ തക്കാളിക്കായും. ഈ തക്കാളിക്ക നീരൊക്കെ ഒന്ന് ബ്ലീച്ച് ചെയ്യുന്നതിന് തുല്യമാകും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ. അരിപ്പൊടിയൊക്കെ നമ്മൾ മുഖം നന്നായിട്ട് വെളുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എത്ര കളർ കുറഞ്ഞ ആൾക്കാർക്കാണെന്ന് പറഞ്ഞാലും ഇത് ചെയ്യുന്നതിലൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നിത്യം നമ്മൾ ചെയ്താൽ മതി. നിത്യം വെച്ചാൽ ആഴ്ച ഒരു 3 ദിവസമെങ്കിലും അടുപ്പിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു റിസൾട്ട് കിട്ടുന്നിടം വരെയെങ്കിലും ദിവസവും ചെയ്താൽ അത്രയും നല്ലതാണ്. അത്രയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടും. ഇത് ഞാനത് നിത്യമായിട്ട് ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഞാനല്ലാതെ മുഖത്തെങ്ങും വേറെ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല. അവിടെ പോയാണെന്നുണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യുവോ ഒന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ പൊതുവേ എനിക്ക് കുറച്ച് കളറുള്ള വ്യക്തിയാണ്. കളറുണ്ടെങ്കിലും നമുക്കാണെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ ആ പ്രായത്തിനനുസരിച്ച് നമ്മൾക്ക് വ്യത്യാസം വരാം കളറ്. പക്ഷേങ്കിൽ ഇപ്പോഴും എൻ്റെ കളറിന് വ്യത്യാസം വന്നില്ല. ഈ ഏജ് വന്നിട്ടും വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് നമ്മൾക്കതിനെയും ചെയ്ത് കാണിക്കാമേ. ഞാൻ മുഖം ക്ലീനാക്കിയിട്ട് വന്നേ. പൊട്ടൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞു ഉണ്ട്. മുഖം മൊത്തം ഞാൻ കഴുകിയിട്ട് വന്നിരിക്കുന്നു. അത് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയത് അതെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാമേ.
നന്നായിട്ട് പൊടിഞ്ഞ അരിപ്പൊടിയായിരിക്കണം, എങ്കിൽ നല്ലതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ 1 മാസമെങ്കിലും ഒന്ന് അടുപ്പിച്ച് ചെയ്യണം. അടുപ്പിച്ച് ചെയ്താൽ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. തൈരെന്ന് പറയുന്നത് ബ്ലീച്ചാണ്. ബ്ലീച്ചിന് തുല്യമാണ് തൈര് ഉപയോഗിച്ചാൽ. തൈര് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത ഇതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് തൈര്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചേർത്തേക്കുന്ന എന്തുവാ, തൈരും പിന്നെ ചേർത്തേക്കുന്നത് തക്കാളിക്ക ഞാൻ പറഞ്ഞില്ലേ, ബ്ലീച്ചിന് തുല്യമാണ് തക്കാളിക്ക. പുളിപ്പുള്ളതല്ലയോ, അതാണ് മുഖം നമുക്ക് നല്ല കളർ വെക്കുമെന്ന് പറഞ്ഞ്. എൻ്റെ ഈ കുറച്ച് സൈഡിലൊക്കെ എനിക്ക് കറുത്ത ഇത് വരുന്നുണ്ടായിരുന്നു ഈ സൈഡിലായിട്ട്. അത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. ഇപ്പോൾ എൻ്റെ മുഖത്തില്ല. നമ്മൾക്ക് ഇത് കൂടുന്നതിന് മുന്നേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഈ കറുത്ത കരിമങ്ങല്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഏജ് കഴിയുമ്പോൾ മുതലേ എല്ലാവർക്കും വരും. അത് പിന്നെ അതങ്ങോട്ട് പടർന്ന് ഒരുപാടാകും. അതിന് മുന്നേ നമ്മളിത് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഒരു ഈ പാക്കിടുമ്പോൾ നമ്മളൊരു 20 മിനിറ്റ് 15-20 മിനിറ്റെങ്കിലും നമ്മൾ മുഖത്ത് വെച്ചിരുന്ന് അതൊന്ന് ഉണങ്ങുന്നിടം വരെ കേട്ടോ. ഒത്തിരി വലിയാൻ നിൽക്കാതെ വേണം. ഒരുമാതിരി നന്നായിട്ട് ഒന്ന് വെള്ളമയം വലിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിനകത്തിൽ വെള്ളമയം അങ്ങ് വലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സമയത്ത് പിന്നെ എന്നുകൊണ്ട് പെട്ടെന്ന് കഴുകിക്കളയണം. എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വർത്താനം പറയരുത്. ഉണങ്ങി കഴിയുമ്പോഴത്തേന്. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അങ്ങോട്ട് ഇട്ടതല്ലേ വെള്ളം. അത് കഴിഞ്ഞിട്ട് വർത്താനം പറയരുത്. ഉണങ്ങുമ്പോൾ വർത്താനം കഴിഞ്ഞാൽ മുഖത്ത് ചുളിവ് വീഴാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന എന്നുവെച്ചാൽ എന്തോ അതിനെ പറയേണ്ടത്, നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത്രമാത്രം റിസൾട്ട് ഉള്ളതാണ് ഇത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ വേറെ ടിപ്പുകളും ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്താൽ മതി. ഇതൊന്ന് ഉണങ്ങിയിട്ട് ഞാൻ കാണിക്കാം. ഏകദേശമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇത് കഴുകി കളയുകയാണേ. നിങ്ങൾ വെക്കുമ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. കാര്യമുണ്ട്. നമുക്ക് വേറെ ഒരു ടിപ്പൂടെ കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മൾ കഴുകി കളയുന്നതിന് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ അങ്ങ് വലിയാൻ നിൽക്കേണ്ട, വെള്ളം അങ്ങ് വലിയാൻ നിൽക്കേണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും ഇങ്ങനെ. നല്ല റിസൾട്ട് വരും. നല്ല റിസൾട്ട് കിട്ടുന്നതാണിത്. അരിപ്പൊടിയാകുമ്പോൾ കളറ് വയ്ക്കാൻ നല്ലതാണ്. ഞാനിത് കഴുകിയിട്ട് വരാം. ഇനി അത് പോയി ഞാൻ മുഖം കഴുകി തുടച്ചു, നന്നായിട്ട് തുടച്ചു. നന്നായിട്ട് ക്ലീനാക്കി. നല്ല കളറ് കിട്ടും. ഞാൻ ഒരു ഇത് പറയുമല്ല, നല്ലതായിട്ട് മുഖം നല്ല കളറ് കിട്ടും. നമുക്ക് ഉള്ള കളറാണെന്നുണ്ടെങ്കിൽ പോകാതെ നമുക്ക് അത് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഇത് ചെയ്തു പോകുമ്പോൾ. മറ്റേയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പ്രായമാകും തോറും നമുക്ക് ഈ എത്ര കളറുള്ളവരാന്ന് പറഞ്ഞാൽ അത് മങ്ങി വരും. പക്ഷേ അത് മങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് മങ്ങി പോകത്തുമില്ല. നന്നായിട്ട് നമുക്ക് ഉള്ള കളർ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് പറയാം, ഏജിൻ്റെ അനുസരിച്ച് ഒത്തിരി വ്യത്യാസങ്ങൾ നമ്മുടെ മുഖത്തൊക്കെ വരും. ഈ ചുളിവുകൾ വരും. അതുപോലെയൊക്കെ നമുക്ക് അതൊക്കെ മാറിക്കിട്ടും ഇത് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും കുളിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലതായിട്ട് മുഖത്ത് തേച്ചിട്ട് മസാജ് ചെയ്യണം. ദിവസവും ഇതുപോലെ നല്ലതായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല രക്തപ്രസാദം ഉണ്ടാകും മുഖത്ത്. സത്യമാണ്. ഇത് നന്നായിട്ടത് ചെയ്യണം. ഇങ്ങനെ നന്നായിട്ടത് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും മുകളിലോട്ട് ചെയ്യാവും. താഴോട്ടാക്കരുത്. താഴോട്ടാകുമ്പോൾ ഇത് സ്കിൻ ഇങ്ങോട്ട് താഴോട്ട് തൂങ്ങും. അതിന് ഇങ്ങനെ മേളിലോട്ട് നമ്മൾ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ടേ ചെയ്യാവൂ. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇത് പറഞ്ഞതിൻ്റെ കൂട്ട് നല്ല മുഖത്തെന്നെങ്കിൽ രക്തപ്രസാദം ഉണ്ടാവും. ഇത് ഡെയിലി അത് ചെയ്യുമ്പോൾ ഞാൻ ദിവസവും കുളിക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത്, ചിലർക്കൊക്കെ വെളിച്ചെണ്ണ പറ്റത്തില്ല, മുഖക്കുരു വരും. പക്ഷേ അങ്ങനെയുള്ളവർക്കാണെന്നുകൊണ്ട് എണ്ണ എടുത്താൽ മതി. എണ്ണ എടുത്ത് നമുക്ക് ചെയ്താൽ മതി. ഞാനാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നത്. എനിക്ക് വലുതായിട്ട് പോരുന്നില്ല. വെളിച്ചെണ്ണ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കുറച്ച് മസാജ് ചെയ്തിട്ട് മാത്രമേ കുളിക്കാറുള്ളൂ. അപ്പം മുഖത്തെപ്പോഴും ഒരു കുറച്ച് എണ്ണമയമൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഓയിലി ഇതായിട്ടിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. ഈ ഡ്രൈ സ്കിന്നായിട്ടിരിക്കുമ്പോൾ വലിഞ്ഞ് മുറുകിയിരിക്കുന്ന പോലെ ഇരിക്കും. നമുക്കാണെങ്കിൽ ഇച്ചിരി ഈ എണ്ണമയമൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അതൊരു ഭംഗിയാണ് മുഖത്ത് എപ്പോഴും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഞാൻ പൗഡർ ഉപയോഗിക്കാറില്ല. ഇനി ഞാൻ ചെയ്യുന്ന ഒരു ഇതുകൂടെ കാണിച്ചു തരാമേ. അതും നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. അത് ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അത് ഇച്ചിരി തേച്ചിട്ട് ഇട്ടിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എന്നിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതാകുമ്പോൾ മുഖത്ത് പിടിച്ചിരിക്കുകയും ചെയ്യും, അന്നേരം ഓയിലി ആയിട്ടിരിക്കുകയും ചെയ്യും, നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് അതുകൂടെ കാണിച്ചു തരാമേ ഞാൻ. നോക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത് മുഖം. കണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നല്ല കളറുള്ള വ്യക്തിയാണ്. പക്ഷേ എന്നാലും ആ കളർ എൻ്റെ ഈ പ്രായത്തിനകത്ത് ഞാൻ നിലനിർത്തി പോകുന്ന ഇതൊക്കെ ചെയ്തു തന്നെയാണ്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മുഖത്തൊരു കളർ, എൻ്റെ ഒരു ചുമപ്പ് കളർ പോലെ വരുന്നുണ്ടോ? നല്ല ഇത് വരുന്നുണ്ട്. ഞാനിത് ചെയ്തതിൻ്റെ നിങ്ങളെ കാണിച്ചല്ലോ, അല്ല ഞാൻ വേറെ ഒന്നും കാണിച്ചില്ല. ഇനി നമ്മൾ അതിനകത്തിൽ വേറെ ഒരു ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ. അതുകൂടെ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നതാണ് അതും ഞാൻ മുഖത്ത് ചെയ്യുന്നതാണ്. അതുകൂടെ കാണിച്ചു തരാമേ. അതുപോലെ തന്നെ വേറൊരു ടിപ്പാണ് അലോവര. ഈ അലോവരയാണെന്നുണ്ടെങ്കിൽ കറ്റാർവാഴ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലും ഉണ്ട്. ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കറ്റാർവാഴയുടെ ജെല്ലെടുക്കുക. ജെല്ലെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഈ മുഖത്താണെങ്കിൽ കറുത്തപാടുള്ള വ്യക്തികൾ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പ റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണിത്. കാര്യം ഈ പിഗ്മെൻറ്റേഷൻ അത് ഈ കരിമങ്ങല്യം വരുമ്പോൾ അതിൻ്റെയായിട്ട് കറുത്തപാട് വന്നു കഴിഞ്ഞാൽ പോകാൻ വലിയ പാടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെടുക്കുക. എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് അവിടെ ഇങ്ങനെ തന്നെ സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് ഏത് സ്ഥാനത്താണോ അതിരിക്കുന്നത് ഉള്ള സ്ഥലത്ത് മാത്രമെന്നല്ല എല്ലായിടും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് സ്ഥിരമായിട്ട് അത് ദിവസവും ആ സ്ഥാനത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മായുന്നതാണ്. ഒരുപാട് നമുക്ക് വ്യത്യാസം വരും. അങ്ങനെ കൂടാതെ അത് മങ്ങി പോവുകയും ചെയ്യും. ഞാനത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് പരീക്ഷിച്ച് നോക്കിയെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ആ വന്ന സ്ഥാനത്ത് തന്നെയായിട്ട് ഇങ്ങനെ അതെന്ന് സ്ക്രബ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആയപ്പോൾ അത്രയും ഭാഗം തന്നെയല്ല, നമ്മുടെ മറ്റുള്ള ആ കളർ പോലെ തന്നെ അവിടെയും ആ വെളുപ്പ് തന്നെയായിട്ട് കറുപ്പ് മാഞ്ഞുമായിരുന്നു. അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് എന്നും ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച്, എനിക്ക് ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വന്നായിരുന്നു. ഇങ്ങനെ ഇത്രയും കളറുള്ള ശരീരത്തിൽ നമുക്ക് ഈ കറുത്തപാട് വന്നാൽ നന്നായിട്ട് എടുത്തറിയിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ. അങ്ങനെ എടുത്തറിയിക്കുമ്പോൾ എനിക്കൊരു വൃത്തികേട് പോലെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു, ഇതെന്നെ ഇതുപോലെ കറുത്ത് വരുന്നെന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ചെയ്തു തുടങ്ങിയായിരുന്നു. ഇനി ഇതുകൊണ്ടുള്ള ഒരു ടിപ്പ് കൂടെ കാണിച്ചു തരാം ഞാൻ കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണോ അത്. എപ്പോഴും അലോവര എടുക്കുമ്പോൾ ഇത് മുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം. കാര്യമുണ്ട് അതിനകത്തിലൊരു ഒരു മഞ്ഞ പോലത്തെ ഒരു ദ്രാവകം വരുന്നുണ്ട്. ആ ദ്രാവകം പോയതിന് ശേഷം ഇത് എടുക്കാവൂ. കാര്യമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ വരുവേ. അതിന് അങ്ങനെ എടുക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കരിമങ്ങല്യം കറുത്ത ഇതുള്ളത് ആ സൈഡിലെ തന്നെ ഇങ്ങനെ പൊളിച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. പെട്ടെന്ന് നമുക്കത് മാറ്റം ഉണ്ടാകും. 1 മാസം കൊണ്ട് തന്നെ അത് മൊത്തം മാറി കിട്ടുന്നതാണ്. അങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. ഞാൻ ഇതിൻ്റെ ഒരു ജെല്ല് എടുക്കുന്നത്. ഇനി അത് ചെയ്യാൻ പോകുന്ന ടിപ്പ് അത് ജെല്ലാണേ. ഇതിൻ്റെ ഈ അലോവരയുടെ ജെല്ല് എടുത്തേക്കുന്നത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ജെല്ല്. ഇനി ബാക്കിയുള്ള കാര്യം കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ 1 സ്പൂണ് അലോവര ജെല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ തികച്ചില്ല, നമുക്ക് ശകലം മുഖത്ത് ഇട്ടാൽ മതി. 1 സ്പൂൺ തന്നെ തികച്ചില്ല, കണ്ട് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണം അതിനകത്ത് പൊട്ടിച്ചൊഴിക്കാൻ പോവാണേ. ഇത് അധികം വിലയേ ഇല്ല, നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഇത് മേടിച്ചാൽ മതി. ഒരെണ്ണം അതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം ഇതും പിന്നെ ഒഴിക്കുന്ന വെളിച്ചെണ്ണ 1 സ്പൂണൊന്നും തികച്ച് വേണ്ട കേട്ടോ. വെളിച്ചെണ്ണ ഇത്ര ഐറ്റം അതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇപ്പം ഇത് ഒരെണ്ണം പൊട്ടിച്ചതിനകത്ത് ഒഴിക്കുമേ, ഞാൻ കാണിക്കാം. വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ്, അത് ഒഴിച്ച് ഒറ്റ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം അലോവര ജെല്ല്, വിറ്റാമിൻ ഇ ക്യാപ്സൂള്, പിന്നെ നമ്മൾ വെളിച്ചെണ്ണ, ഇത്രയും ഇത് ആഡ് ചെയ്യുന്നത്. ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മിക്സ് ആക്കണം. ഒരു മോയ്സ്ചറൈസർ ക്രീമായി ഇപ്പം കണ്ടോ. ഇപ്പം വെളിച്ചെണ്ണ,
വിറ്റാമിൻ ഇ ക്യാപ്സൂള്, അലോവേര ജെല്ല്, ഇത് മൂന്നും കൂടെ മിക്സായി കണ്ടോ, മിക്സാക്കിയിട്ട് ഇത് നമ്മൾ ഡെയിലി മുഖത്ത് കിടക്കുന്നതിന് മുന്നേ തേച്ചിട്ട് കിടക്കുക. ഒരു ശകലം എടുത്താൽ മതി. അതെ കാര്യമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അലോവേര ജെല്ലെന്ന് പറഞ്ഞാൽ കറുത്ത പാടുകൾ മാറാനും മുഖം നല്ല സോഫ്റ്റ് ആവും. ഇത് നമ്മൾ ഡെയിലി ഇടുമ്പോൾ ആ പാടുകളൊക്കെ കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുഖത്തുള്ള കറുപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിപ്പോകുകയും ചെയ്യും. മുഖം നല്ല ക്ലീനായിട്ട് നല്ല കളറ് വയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കണ്ട ക്രീം രൂപത്തിലായേ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ശകലം എടുക്കും. അതെ ഇത്ര എടുത്താൽ മതി. എടുത്തിട്ട് മുഖത്തിങ്ങനെ എന്നിങ്ങനെ അപ്ലൈ ചെയ്യുക. വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കട്ടിയാണ്. അതിനകത്തിൻ്റെ ഇതിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പം ഇതുകൂടെ എണ്ണയും കൂടെ ഒക്കെ മിക്സ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു തിളക്കം കിട്ടും. ഇപ്പം നല്ല ഗ്ലോ കിട്ടും. അതായത് നിങ്ങളെല്ലാം ചോദിക്കുന്നത് നല്ല ഗ്ലോ ആണല്ലോ എന്ന് എന്നോട് പറയാമല്ലോ, മുഖത്ത് എന്തോ ചെയ്യുന്നതെന്നുള്ളത്. നല്ല ഗ്ലോ ആകും മുഖം കേട്ടോ. ഇത് ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുന്നേ തേച്ചിട്ട് കിടന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേന് കഴുകി കളഞ്ഞാൽ മതി. കണ്ടോ ഇതിനകത്ത് നല്ല ഇത് കണ്ടോ, ശകലം തൂത്തതേ ഉള്ളൂ. കണ്ടോ മുഖം നല്ല കണ്ടോ. ഇതാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഡെയിലി ഇടുമ്പോഴത്തേന് ഇത് നമ്മുടെ ഫേസിലങ്ങ് പിടിക്കുകയല്ലയോ. നമ്മൾ വൈകിട്ട് ഇത് ഇട്ടിട്ട് കിടക്കുകയല്ലേ, രാവിലെ ആകുമ്പോഴല്ലേ ഇത് കഴുകി കളയുന്നു. അങ്ങനെ ഡെയിലി ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ ഫേസിലങ്ങ് പിടിക്കുകയും ചെയ്യും. നല്ല ഗ്ലോ ആകും. അതാണെങ്കിൽ നല്ല ഫേസ് നല്ല തിളക്കം വെക്കും. എപ്പോഴും ഒരു ഓയിലി ഇതായിട്ടിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കാതെ. എപ്പോഴും നമുക്കൊരു ഓയിലി ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. മുഖത്തിനൊക്കെ ഒരു തിളക്കം വെക്കും, ഏറ്റവും നല്ലതല്ലയോ. അല്ലാതെ ഈ മുഖം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന കാണാൻ അതിനേക്കാളും ഭംഗി ഓയിലി തന്നെയാണ്. ഇത് ഡെയിലി നമ്മൾ ചെയ്താൽ മതി. ഒരുപാട് മാറ്റം ഉണ്ടാവും നമ്മുടെ മുഖത്ത്. അപ്പം മുഖം നല്ല ക്ലിയർ ആകും. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല കണ്ടോ. ഇത്രയും എൻ്റെ ഈ ഏജിനകത്തിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാറില്ല. ഇത് മാത്രമേ ചെയ്യാറുള്ളൂ. എനിക്കിപ്പോൾ സമയം തീരെ കുറവാണ് കിട്ടുന്ന കാര്യം. ഞാനിപ്പം ഈ ലൈവൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നില്ല. എന്നാലും ഞാൻ അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് സമയം അനുസരിച്ച് ചെയ്തു പോകുന്നുണ്ട്. കണ്ടോ നല്ല ഇതുണ്ട് കണ്ടോ. അല്ല ഈ പ്രായത്തിനകത്തിൽ ഇത്രയും ക്ലിയർ ആകാൻ പറ്റുമോ മുഖം? നല്ല ഇതുണ്ട്. എനിക്ക് ഒരുപാടൊന്നും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എങ്കിലും നേരത്തെയൊക്കെ ഞാൻ ഇതിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് പക്ഷേ ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊക്കെ ചെയ്തു നോക്കൂ, ഒരുപാട് മാറ്റമുണ്ട്. ഏതായാലും എൻ്റെ ഈ ഏജിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്തിട്ടാണ്. ഞാനല്ലാതെ ഒരു കാര്യവും ബ്യൂട്ടി പാർലറിൽ പോകാറില്ല. ഒരു കെമിക്കലും എൻ്റെ മുഖത്ത് ഞാൻ ഉപയോഗിക്കാറില്ല. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താണ് ഞാൻ പോകുന്നത് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ഉള്ള കളറും ഉള്ള ഇതും നമുക്ക് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉള്ള ഇതിൽ നമുക്കിങ്ങനെയൊക്കെ നല്ല ഉള്ള ഫേസ് നല്ല വൃത്തിക്ക് ഇരിക്കാൻ പറ്റും. എല്ലാവരും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ ഈ ചോദിച്ചത് കാരണമാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം. പിന്നെ അതുകൊണ്ട് ഞാൻ ലൈവ് പെട്ടെന്ന് നിർത്തിയിട്ടാണെന്നുണ്ട് ഇത് ചെയ്യാൻ വെച്ചിട്ട് ഓടി വന്ന്. എല്ലാവരും പറഞ്ഞ് എങ്ങനെ എന്തോ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാനെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് ഇത് വന്നത് കേട്ടോ. ഇത് ചെയ്ത് കാണിക്കാനായിട്ട് വന്നത് തന്നെ. ഏതായാലും എല്ലാവർക്കും ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും അതിന് പ്രയോജനം കിട്ടുമെന്ന് നല്ല ഉറപ്പ് തരുന്നു. എത്ര കളർ കുറഞ്ഞവരാണെന്ന് പറഞ്ഞാലും ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എല്ലാവരും വീഡിയോ കാണാൻ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. പിന്നെ ഇത് ഡെയിലി നമ്മൾക്കിതൊന്നും നല്ല ഇതാകുന്നിടം വരെ, നമുക്ക് റിസൾട്ട് കിട്ടുന്നിടം വരെ ഡെയിലി ചെയ്യുക. നമുക്ക് ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. എങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ വൈകിട്ടെങ്കിലും ഇരുന്ന് ഇത് ചെയ്താൽ മതിയല്ലോ. ആ സമയത്തെങ്കിലും ചെയ്ത് നോക്ക്. എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് പറയുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു. കണ്ടോ നല്ല ഇതില്ലേ.
നല്ല ഗ്ലോ ഇല്ലേ?